ഗുഡ് മോർണിംഗ് ഗായ്സ്. കുഞ്ഞി പെണ്ണോ, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറ. ചാക്കി തരാം. ഗുഡ് മോർണിംഗ് പറയണം. ഓക്കെ, ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എന്ത് കഥ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സെക്കൻഡ് ഫുൾ വീഡിയോ, വർക്കൗട്ടിൻ്റെ ഫുൾ വീഡിയോ ഇന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ വർക്കൗട്ട് ചെസ്റ്റ് അല്ല, ഷോൾഡർ വർക്കൗട്ടാണ്. ചെസ്റ്റ് ഇന്നലെ കഴിഞ്ഞ് ഷോൾഡർ വർക്കൗട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 10:45 കഴിഞ്ഞു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇല്ലോണ്ട് ചേച്ചീൻ്റെ അടുത്ത് അങ്ങനെ പോവില്ല, ചേച്ചീൻ്റെ ഇടാം. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ജിമ്മിലേക്ക് പോകാൻ. ഒരു 11:30-11:45 ജിമ്മിൽ പോകണമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അവിടുന്ന് ഷൂട്ട് ചെയ്യണം. തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുക. തിരക്കില്ലെങ്കിലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റത്തെ വീഡിയോ ഇട്ടതിന് ശേഷം നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. കുറേ ആൾ വീഡിയോ കണ്ടു. ഒരു 10-11 സബ്സ്ക്രൈബേഴ്സ് കയറി. അങ്ങനെ നമുക്ക് 13 സബ്സ്ക്രൈബേഴ്സായി. കുഴപ്പമില്ല, ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കരുതുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിട്ടു, 13 ആയില്ലേ. പിന്നെ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാൻ വലിയ മടിയില്ല, എത്ര വേണമെങ്കിൽ ചെയ്യും. നമ്മൾ ഡ്രീം അച്ചീവ് ചെയ്യുന്നവരെ ഹാർഡ് വർക്ക് ചെയ്യാൻ നല്ല ഒരു എന്താ പറയണ്ടേ, ഒരു മെൻറ്റാലിറ്റി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തുപ്പി ഇവർക്ക് രാവിലെ ഫുഡ് കൊടുക്കൽ ഭയങ്കര ചടങ്ങാണ്. ഒരു 2 ദോശ കഴിക്കണമെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും സമയം വേണം. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ പ്രീ വർക്കൗട്ട് മീല്, വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ, വർക്കൗട്ട് കഴിഞ്ഞിട്ടുള്ള പോസിങ് സെഷൻ, ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷോൾഡർ വർക്കൗട്ടിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ കുഞ്ഞുപെണ്ണിന് ഫുഡ് കൊടുത്ത് തീർക്കട്ടെ. ബാക്കി വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, സീ യു, ബൈ ബൈ. അപ്പോൾ ഗൈസ്, ജിനു റെഡിയായി. ഇതാണ് ഔട്ട്ഫിറ്റ് കേട്ടോ. ഇത് നമ്മളെ കമ്പനീൻ്റെ ജേഴ്സിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജേഴ്സിയാണ്. ബ്ലാക്ക് കളർ പൊതുവേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ, പ്രോട്ടീൻ്റെ ബോട്ടിൽ, പിന്നെ ഇത് ഞാൻ നെസ്റ്റോന്ന് പഠിച്ചൊരു സാധനമാണ്, കാണുന്നുണ്ടോ? ഇത് ഓട്സ്, അതേപോലെ പിന്നെ കോൺഫ്ലേക്സ്, അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു മിക്സ്ചറാണ്. കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളത്. ഇത് നമ്മൾ കുറച്ച് പാല് തിളപ്പിച്ചിട്ട് അതിലിട്ടിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് രാവിലെ പോകുന്ന സമയത്ത് ഒരു 100-150 ഗ്രാംസ് ഇതിട്ടിട്ട് കഴിച്ചിട്ടാണ് പോലെ. ഒരു 1 hour 1.5 hourലേക്ക് ഇത് മതി. അപ്പോൾ ഇത് ഇന്ന് കുഞ്ഞിപ്പെണ്ണിന് ലേശം ഞാൻ ഒന്ന് കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കി. അവൾ കഴിച്ചില്ല, കുറച്ച് കഴിച്ചു, കുറച്ച് കഴിച്ചില്ല. അപ്പോൾ ഇത് എങ്ങനെയുണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം ഇതിൽ അയണും കാൽഷ്യം ഫൈബറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതല്ല ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത്. ഞാൻ ജിമ്മിന് പോകുന്നതിന് മുന്നേ ഒരു 2 പഴവും, ഫിലിപ്പിനോ ബനാനയാണ്, 2 പഴവും, അതേപോലെ ഇതിവിടെ വെക്കട്ടെ. അതേപോലെ നമ്മളെ ക്രിയാറ്റിൻ. ഓക്കെ, 5 ഗ്രാം ക്രിയാറ്റിനാണ് ഞാൻ എടുക്കുന്നത്. ഓണിൻ്റെ ബ്രാൻഡാണ്. 5 ഗ്രാം ക്രിയാറ്റിൻ. പിന്നെ അത് ഞാൻ വർക്കൗട്ടിന് മുന്നേ ക്രിയാറ്റിൻ എടുത്തിട്ടാണ് വർക്കൗട്ട് ചെയ്യൽ. പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യലില്ല. ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ആയിട്ടൊരു മീല്, ഒന്നുകിൽ ബ്രൗൺ ബ്രെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിലിപ്പിനോ പഴം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നേന്ത്രപ്പഴം എന്നാണ് പറയൽ, അത്. ഇങ്ങനെ എന്തെങ്കിലും ലൈറ്റ് മീല് കഴിച്ചാൽ ഒരു വർക്കൗട്ട് ചെയ്യാനുള്ള എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് ഒരു മീല് കഴിച്ചിട്ടാണ് ഞാൻ പോകൽ. അപ്പോൾ ഇത് കുറച്ച് മിക്സ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ
ഒരു ഷോൾഡർ വർക്കൗട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. റിയർ ഡെൽറ്റ്, ഫ്രണ്ട് ഡെൽറ്റ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാനാണ് പ്ലാൻ. കുറച്ച് എന്താ പറയണ്ടേ, ഷോൾഡർ കുറച്ച് മടുപ്പുള്ളൊരു കളിയാണ്. പക്ഷേ വന്നു കഴിഞ്ഞാൽ നല്ല അരങ്ങായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഷോൾഡർ ഞാൻ പൊതുവേ വർക്കൗട്ട് ചെയ്യൽ ചൊവ്വാഴ്ചയാണ് ഷോൾഡറും അതുപോലെ ട്രൈസെപ്സ് അല്ലെങ്കിൽ ബൈസെപ്സ് ഏതെങ്കിലും ഒന്നായിട്ട് കൊടുക്കും. മൊത്തം ഷോൾഡറിന് ഒരു 5 വർക്കൗട്ടും ട്രൈസെപ്സ് അല്ലെങ്കിൽ ബൈസെപ്സ് ഏതെങ്കിലും ഒന്നിന് ഒരു 3 വർക്കൗട്ട് വെച്ചിട്ട് കൊടുക്കും. ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സിൽ തീരും വർക്കൗട്ട്. പിന്നെ ഇപ്പോൾ വീഡിയോയിൽ എടുക്കുമ്പോൾ കുറച്ച് അധികം ആവുമായിരിക്കും, നോക്കാം. അപ്പോൾ ഇത് പിന്നെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചീനോട് ഒരു ചെറിയ റെസിപ്പി പറഞ്ഞു കൊടുത്തിട്ട് ചേച്ചി ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ റെസിപ്പി ആക്കി ഞാൻ കാണിച്ചു തരാം. ഇത് ചിക്കൻ ബ്രസ്റ്റാണ്. മഞ്ഞൾപ്പൊടിയും അതേപോലെ കുരുമുളകും മാത്രം ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം. ഇത് ചോറിന് വേണ്ടിയിട്ട്, ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. നോക്കാം എങ്ങനെയുണ്ട്. ചേച്ചി ഫസ്റ്റ് ടൈം ആക്കിയാണ്, നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ക്രിയാറ്റിൻ കഴിച്ചു. എന്നൊരു പഴം രണ്ടും ഉണ്ട്, ഫിലിപ്പിനോ ഉണ്ട്, നമ്മുടെ നാട്ടിൽ നേന്ത്രപ്പഴമുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നേന്ത്രപ്പഴം എടുക്കുന്നത്, ഫിലിപ്പിനോ പഴം എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പ്രീ വർക്കൗട്ട് മീൽ സെറ്റായി. ചിലവർ പ്രീ വർക്കൗട്ട് മീൽ ഭയങ്കര അഡ്വാൻസ് ആയിട്ടൊക്കെ കഴിക്കുന്ന കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രീ വർക്കൗട്ട് മീൽ കഴിക്കാം. എന്തെങ്കിലും ആയിട്ട് വയറ്റിൽ ചെല്ലാം, എന്നാൽ നമുക്ക് വർക്കൗട്ടിൻ്റെ സമയത്ത് അത്യാവശ്യം എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ വെള്ളം കുടിക്കുക. ഓരോരോ ബോഡീനെ ഡിപ്പെൻഡ് അനുസരിച്ചിട്ടാണ് വെള്ളത്തിൻ്റെ ലെവൽ. ഇപ്പോൾ ഞാൻ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ വെള്ളം കുടിക്കുന്നത് കുറച്ച് കുറവാണ്, 2 ലിറ്റർ മിനിമം കുടിക്കും. എന്നാലും കമ്പാരിറ്റീവ്ലി ഡ്യൂട്ടിയുള്ള ദിവസം കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഡ്യൂട്ടിയുള്ള ദിവസം ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബോട്ടിൽ വെള്ളം സിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. 3-3.5 ലിറ്റർ കുടിക്കും തോന്നുന്നു. ഈ ബോട്ടിലൊരു 2 ഫുൾ ബോട്ടിൽ തീർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീ വർക്കൗട്ട് മീലായി. അപ്പോൾ എന്നാലും നമുക്ക് ബാക്കി ജിമ്മിൽ നിന്ന് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഷീ പറഞ്ഞേ, ബൈ ബൈ പറഞ്ഞേ. അച്ഛക്കൊരു ഉമ്മ തരുമോ? ഇങ്ങോട്ട് വാ, ഒരു ഉമ്മ, ഒരു ഉമ്മ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ്, നമ്മളെ ഷോൾഡർ വർക്കൗട്ടിന് മുന്നേ ഇല്ല ചെറിയൊരു വാമപ്പ് പ്ലസ് സ്ട്രെച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഷോൾഡർ. അപ്പോൾ ഞാനൊരു ചെറിയൊരു യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫുൾ വർക്കൗട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്ട്രെച്ചിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ഷോൾഡർ ആയതുകൊണ്ട് തന്നെ ജോയിൻറ്റ്സ് ഒക്കെ മാക്സിമം കറക്കിയെടുക്കാം, സ്ട്രെച്ച് ചെയ്യാം. നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എവിടെയും പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ സേഫ്റ്റി മസ്റ്റായിട്ട് നോക്കാം. ഓക്കെ,
അതേപോലെ ഷോൾഡർ മൊബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ലൈറ്റ് വെയ്റ്റ് ഡമ്പൽ എടുക്കാം. പിന്നെ സൈഡ് റേസ്. ഓക്കെ, ഒന്നിത്. പിന്നെ ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു സ്ട്രെച്ചുമായി മൊബിലിറ്റിയുമായി. ഇത് 1 2 3 4 5 6 7 8 9 10. അതുപോലെ നമ്മുടെ ബാക്ക് മസിൽസ് ഒന്ന് ഷോൾഡർ റേസ് ചെയ്യുക, ബാക്കോട്ടും 10 ടൈംസ് and 10 ടൈംസ് ഓപ്പോസിറ്റ് സെയിം നമ്പർ ചെയ്യുക. വാം സെഷൻ കഴിഞ്ഞു. ഓൾമോസ്റ്റ് 10 to 15 minutes ആയി. അപ്പോൾ അത്യാവശ്യം ബോഡി ചൂടായി. ഇനി നമുക്ക് വർക്കൗട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ ബാറിൽ മിലിറ്ററി പ്രസ് അടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 4 സെറ്റ്. പിന്നെ അതിന് ശേഷം ഡമ്പലിൽ കൊടുക്കാം. അതേപോലെ ബാറിൽ W ബാറിൽ കൊടുക്കാം. ഒരു 5 വർക്കൗട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഷോൾഡറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ പോയാലോ, ലെറ്റ്സ് ഗോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഗൈസ്. മിലിറ്ററി പ്രസ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് സെറ്റ്. Oh. 5 6 7 8 9 10 11 12 13 14 15. വാടാ, അതിൽ സപ്പോർട്ടിന് വിളിക്കാം, അപ്പോൾ വന്നാൽ മതി. അപ്പോൾ സെക്കൻഡ് സെറ്റായി. നമ്മൾ 10 വെച്ച് ഇട്ടു. 10 10 20 സെക്കൻഡ് സെറ്റ്. നോർമലായിട്ട് അടിച്ചാൽ മതി. 3 സെറ്റ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഭയങ്കര സെക്കൻഡ് സെറ്റ് അടിക്കാം. ലെറ്റ്സ് ഗോ. Okay, we will put one more 5 to the total 15 plus 15 30. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സെറ്റ് 30 kg excluding the bar. Okay, let's go for it. 15 reps അടിക്കാൻ പറ്റുമോ എന്നറിയില്ല. വിൽ ട്രൈ. ഓക്കെ, ഒരു സെറ്റ് കൂടെ അടിക്കാം.
One, easy. 2, 3, go. 4, 5, go. 6, 7. Two more. 8, easy. 2 more. 2, 9. One more, easy. 10, Woo! ഇല്ല, ആവില്ലാന്ന് തോന്നുന്നു. അറിയില്ല എന്നാ. അപ്പോൾ ഫസ്റ്റ് ഗെയിം കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു സൂപ്പർ സെറ്റ് ചെയ്യാം. ലാറ്ററൽ റൈസും ഫ്രണ്ട് റൈസും മാറി ചെയ്യാം. വിത്തൗട്ട് റെസ്റ്റ് 3 സെറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. 2, 3, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5. അത്യാവശ്യം നല്ല പമ്പായി. ഡെൽസൊക്കെ പമ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞു. രണ്ടാമത്തേൽ നമുക്ക് 2.5 വെയിറ്റ് കൂട്ടി അടിക്കാം. ലെറ്റ്സ് ഗോ ഫോർ സെക്കൻഡ് സെറ്റ്. വാ, ഈസി. അപ്പോൾ ഗൈസ് നമുക്ക് കേബിൾ റൈസ് ചെയ്യാം. ഓക്കെ, കേബിൾ സൈഡ് റൈസ് ഡമ്പലിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണിത്. അത്യാവശ്യം ഡെൽസ് നല്ല വാമായിട്ടുണ്ട്. പമ്പിങ് ഇനിയും കൂട്ടാം നമുക്ക്. ഇതൊരു 4 സെറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സെക്കൻഡ് സെറ്റ് അടിക്കാം. നമുക്കൊരു പോയിൻ്റ് വെയിറ്റ് കൂടെ കൂട്ടി സെക്കൻഡ് സെറ്റിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ലാസ്റ്റ് സെറ്റ് അടിക്കാം. ലെറ്റ്സ് ഗോ. Let's go.
നാലെണ്ണം ഓൾറെഡി അടിച്ച്. അപ്പോൾ നാലാമത്തെ ഗെയിമാണ്. ഫേസ്ഫുൾ അടിക്കാം നമുക്ക്. വിൽ ഗോ ഫോർ ഫേസ്ഫുൾ. Try to maintain the form. Slowly ചെയ്യാം. ബ്രീത്ത് സെറ്റ് ചെയ്യുക, കൗണ്ട് ചെയ്യുക. മൂന്ന് സെറ്റ് അടിക്കാം കേട്ടോ. 1 സെറ്റ് കഴിഞ്ഞു. വിൽ ഗോ ഫോർ 3 സെറ്റ്. Keep hydrating yourself. In between 30 seconds rest കൊടുക്കുക. Let's go for second set. തേർഡ് സെറ്റ് അടിക്കാം. ലാസ്റ്റ് സെറ്റ്, ഫേസ്ഫുളിൻ്റെ ലാസ്റ്റ് സെറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മളെ ലാസ്റ്റ് വർക്കൗട്ട് ഷോൾഡറിൻ്റെ ഷ്രഗ്സാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഷോൾഡറിൻ്റെ വർക്കൗട്ട് ഫിനിഷായി. ഷ്രഗ്സ് ഒരു 3 സെറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഷോൾഡർ ഗ്രിപ്പ്, ഷോൾഡർ വൈഡ്. ഓക്കെ, 20 കൂടെ ലോഡ് ചെയ്ത്. ഗോ. അതൊക്കെ കോപ്പിറൈറ്റാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സെക്കൻഡ് സെറ്റ് ഫിനിഷായി. ഓൾമോസ്റ്റ് ഷോൾഡർ നല്ല പമ്പായിട്ടുണ്ട്. ഇതിൻ്റെ പോസിങ് സെഷൻ ഉണ്ട്. വർക്കൗട്ട് വീഡിയോ ഫുള്ള് കാണണേ എല്ലാവരും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് സെറ്റ് 20 പ്ലസ്. ലെറ്റ്സ് ഗോ.
അവിടെ ഭയങ്കര റഷ് അല്ലേ? ആ അതെ അതെ, ടെനൻസിനല്ലേ, കോൺട്രാക്റ്റിലവർക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. ലാസ്റ്റ് സെറ്റ് 15 നമ്പർ അടിക്കാൻ നോക്കാം. വിൽ ട്രൈ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മളെ ഷോൾഡർ വർക്കൗട്ട് വീഡിയോ ഫിനിഷായി. 5 വർക്കൗട്ടാണ് ചെയ്തത്. ഫസ്റ്റ് വർക്കൗട്ട് 4 സെറ്റ്സ് വെച്ചിട്ടും ബാക്കി 4 വർക്കൗട്ട്സ് 3 സെറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു പോസിങ് സെഷൻ ഉണ്ട്, അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണണം, അഭിപ്രായം പറയണം, കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് അത്രയായിട്ട് ഒരാഴ്ച എങ്ങനെ ആയിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരു 10 മുകളിൽ സബ്സ്ക്രൈബേഴ്സായി, 13 സബ്സ്ക്രൈബേഴ്സായി. അതെനിക്കറിയുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ കുറച്ച് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കറക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇനിയുള്ള വീഡിയോസിൽ നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്തായാലും. അടുത്ത നമുക്ക് കുറച്ച് പോസിങ് പ്രാക്ടീസ് ആയാലോ? സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്, ഇപ്പോൾ എൻ്റെ മനസ്സിലൊരു ഡ്രീമുണ്ട്. അത് മേ ബി 2 വർഷം എടുക്കും, 3 വർഷം എടുക്കും, 4 വർഷം എടുക്കുമായിരിക്കും. പക്ഷേ ഞാൻ ആ ഡ്രീമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 4 വർഷമായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡ്രീമിലേക്ക് എത്തുന്നവരെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിരിക്കും എന്തായാലും. അപ്പം നമുക്കൊരു ഡ്രീമുണ്ട്, അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി അവിടെ വിടാം. ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ്. ബാക്കി നമുക്ക് ആ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാക്കി ചെയ്തു തരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡ്രീംസ്, നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. അതിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആവട്ടെ, ജോബ് ഇൻ്റർവ്യൂ ആവട്ടെ, നമ്മുടെ പാഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിന് വേണ്ടി മസ്റ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ആ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾ ഷെയറും ചെയ്യണം മസ്റ്റായിട്ട്. സോഷ്യൽ മീഡിയയിലോ എവിടെയാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യുക. അത് കണ്ടിട്ട് കുരു പൊട്ടുന്ന ആൾക്കാർ കുരു പൊട്ടിക്കോട്ടെ, പ്രശ്നമല്ല. ഓക്കെ, ഡു തിങ്സ് വാട്ട് മേക്സ് യു ഹാപ്പി ആൻഡ് ബി ഹാപ്പി ഓൾവേസ്. അപ്പോൾ നമുക്ക് ലൈറ്റായിട്ടുള്ള പോസിങ് സെഷൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ക്യാമറ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്യാം. ഷോൾഡറാണ് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല പമ്പായിട്ടുണ്ട് ഷോൾഡേഴ്സ്. അപ്പം എൻ്റെ ബാക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആ ഒരു കട്ടിങ്സൊക്കെ അത്യാവശ്യം കാണുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
നമ്മൊരു പോസിങ് സെഷൻ കഴിയുമ്പോഴത്തേന് നമ്മളൊരു ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്തൊരു ഫീലായിരിക്കും. അത്യാവശ്യം നല്ല പോസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്ത ഫീലിംഗ് ആയിരിക്കും കിട്ടുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി ഫുള്ള് ഹീറ്റായിട്ട് നല്ല പമ്പാവും. അപ്പോൾ മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മത്സരത്തിന് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമല്ല, പക്ഷെ മസ്റ്റായിട്ട് പോസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക. ഞാനിപ്പോൾ കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കലില്ല, കുറവാണ്. പക്ഷെ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കറക്ഷൻസ് പറഞ്ഞു തരുന്നല്ലാണ്ട് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ട് ഞാൻ സ്വയം പഠിക്കാനാണ് ശ്രമിക്കൽ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. പോസിങ് സെഷൻ കഴിഞ്ഞു, നല്ല ടയർഡായി, 2:30 ഇപ്പം. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ഇന്നത്തെ അവസാനിപ്പിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.